പെട്ടെന്നൊരു ദിവസം പിണറായി വിജയനും കൂട്ടർക്കും ഗവർണറോട് ഒരു സ്നേഹം തോന്നും. അതോടെ അതുവരെയുള്ള വഴക്കുകളെല്ലാം മറക്കും. പിന്നെ രാജ്ഭവന്റെ അടിമയാണ് മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനവും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന നിലപാടാണ് പിന്നെ. അതുപോലൊരു പാലമിടലായിരുന്നു ഇന്നലെ നടന്നത്. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട കടുത്ത തർക്കങ്ങൾക്കിടയിലും രാജ്ഭവനിലെ വിരുന്ന് സൽക്കാരത്തിന് 15 ലക്ഷം രൂപയുടെ അധിക ഫണ്ടാണ് സർക്കാർ അനുവദിച്ചത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ ഒരുക്കുന്ന അറ്റ്ഹോം വിരുന്നിനായാണ് 15 ലക്ഷം രൂപ അനുവദിച്ചത്. തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തിയാണ് ധനവകുപ്പ് ഹോസ്പിറ്റാലിറ്റി ചെലവുകൾ എന്ന ശീർഷകത്തിൽ 15 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോഴും സമാനമായ സംഭവങ്ങൾ നടക്കാറുണ്ട്. അതുവരെയുള്ള വിഴുപ്പലക്കുകളൊക്കെ അതോടെ അവസാനിക്കുകയും ചെയ്യും. ഗവർണർക്ക് ചോദിച്ച പണവും കിട്ടും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് രാജ്ഭവനിലേക്കുള്ള ഫണ്ട് എത്രയെന്ന് പറയുന്നതെങ്കിലും സംസ്ഥാനങ്ങളാണ് ഫണ്ട് അനുവദിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് പല ഹെഡുകളിലായി സംസ്ഥാനം അനുവദിക്കുന്നത്. സർക്കാരിന്റെ ധൂർത്തിനെ കുറിച്ച് വിമർശിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ 2023 ഫണ്ട് കൂടുതൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. അതിഥി സൽക്കാരവും യാത്ര, ഓഫീസിൽ ഫർണിച്ചർ, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി പ്രതിവർഷം 32 ലക്ഷം രൂപയാണ് രാജ്ഭവന് അനുവദിക്കുന്നത്. ഇത് അന്ന് 2.6 കോടി രൂപയാണ് കൂട്ടണം എന്ന ആവശ്യമുണ്ടായിരുന്നത്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള രാജ്ഭവന്റെ വിരുന്നൊരുക്കലിനും സമാന അനുഭവമായിരുന്നു. അതുവരെ കീരിയും പാമ്പും കണക്കെ പോരാടിയവർ പെട്ടെന്ന് ഒന്നായി. ഗവർണർ ചോദിച്ച 20 ലക്ഷവും ഇതേപോലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി അനുവദിക്കുകയായിരുന്നു അന്നുണ്ടായത്. പൊതുസമൂഹം കൗതുകത്തോടെയാണ് ഈ വെടിനിർത്തൽ നോക്കിക്കണ്ടത്. ഈ സ്വാതന്ത്ര്യദിനത്തിന് മുൻപായും സമാന സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് 2 തട്ടിലാണ് ഗവർണറും സർക്കാരും. ഗവർണർ തങ്ങളുടെ വഴിയെ വരണമെന്ന സർക്കാരും, സർക്കാർ തൻ്റെ വഴിക്ക് വരണമെന്ന് ഗവർണറും ചിന്തിക്കുന്നു. സ്ഥിരം VCമാരെ വേഗത്തിൽ വെക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഗവർണർ അതിനായുള്ള നീക്കങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ആരംഭിപ്പിക്കുകയും ചെയ്തു. ആദ്യപടിയായിരുന്നു വെള്ളിയാഴ്ച നടന്ന താൽക്കാലിക VC നിയമനം. ഡിജിറ്റൽ സർവകലാശാലയുടെ തലപ്പത്തേക്ക് തങ്ങളുടെ ശത്രുവായ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചതാണ് ഏറ്റവും അപകടകരമായി സംസ്ഥാന സർക്കാർ കാണുന്നത്. 94.5 കോടി രൂപയുടെ അഴിമതിയാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വൈസ് ചാൻസലർ കണ്ടെത്തിയത്. അതിൽ CAG അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ സിസ തോമസ് തൽസ്ഥാനത്തിരുന്നാൽ തങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്ന നിലപാടാണ് CPMനുള്ളത്. അതുകൊണ്ടാണ് എത്ര പ്രകോപിപ്പിച്ചിട്ടും ഗവർണറെ അനുനയിപ്പിക്കുക എന്ന സൂത്രത്തിലേക്ക് സർക്കാർ എത്തുന്നത്. തങ്ങൾ നൽകുന്ന ലിസ്റ്റിൽ നിന്നാകണം ഗവർണർ വൈസ് ചാൻസലറെ നിയമിക്കേണ്ടത് എന്നാണ് സർക്കാർ കരുതുന്നത്. അതിനായി ഗവർണറെ ഭയപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് കേരള സർവകലാശാലയിലെ SFI നടത്തിയ അഴിഞ്ഞാട്ടത്തിലൂടെ കണ്ടത്. എന്നാൽ ഭയം കൊണ്ട് കാര്യമില്ല എന്ന തോന്നലിലാണ് ഗവർണറെ തൃപ്തിപ്പെടുത്താൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നത്.